ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഹിന്ദു ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സർക്കാർ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വിവാദത്തിന് തിരികൊളുത്തി. ഈ പ്രസ്താവന നിശിത വിമർശനത്തിന് ഇടയാക്കി. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഫണ്ടും പിന്തുണയും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്കെന്ത് ലഭിക്കുന്നുവോ അത് ന്യൂനപക്ഷങ്ങൾക്കും ലഭിക്കുന്നു. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്നത് ഹിന്ദുക്കൾക്കും ലഭിക്കുന്നില്ല എന്ന് പ്രസ്താവിച്ചു. പിന്നീട് തന്റെ എക്സ് ഹാൻഡിലിൽ അഭിമുഖം പങ്കുവച്ചുകൊണ്ട് മന്ത്രി വാദിച്ചു, ഭൂരിപക്ഷ സമുദായത്തേക്കാൾ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സംരക്ഷണവും ലഭിക്കുന്ന ഒരേയൊരു രാജ്യമാണ് ഇന്ത്യ എന്ന്. നിരവധി നെറ്റിസന്മാർ തെറ്റാണ് എന്ന് തള്ളിക്കളഞ്ഞ കിരൺ റിജിജുവിന്റെ അവകാശവാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അസദുദ്ദീൻ ഒവൈസി തിരിച്ചടിച്ചു. നിങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ മന്ത്രിയാണ്, ഒരു രാജാവല്ല. നിങ്ങളൊരു ഭരണഘടനാ പദവി വഹിക്കുന്നു, ഒരു സിംഹാസനമല്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ അടിസ്ഥാന അവകാശങ്ങളാണ്, ദാനധർമ്മമല്ല. പാകിസ്ഥാനി, ബംഗ്ലാദേശി, ജിഹാദി, റോഹിംഗ്യൻ എന്നീ പേരുകൾ എല്ലാ ദിവസവും വിളിക്കപ്പെടുന്നത് ഒരു നേട്ടമാണോ? ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാകുന്നത് സംരക്ഷണമാണോ? ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി ബംഗ്ലാദേശിലേക്ക് തള്ളിവിടുന്നത് സംരക്ഷണമാണോ? നമ്മുടെ വീടുകളും പള്ളികളും മസാറുകളും നിയമവിരുദ്ധമായി തകർക്കപ്പെടുന്നത് കാണുന്നത് ഒരു പദവിയാണോ? സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും അദൃശ്യരാക്കപ്പെടണോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നുപോലും വിദ്വേഷപ്രസംഗങ്ങൾക്കിരയാകുന്നത് ഒരു ബഹുമതിയാണോ? അദ്ദേഹം ചോദിച്ചു. നിലവിലെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂടുതൽ അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഒവൈസി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ രണ്ടാം തരം പൗരന്മാരല്ല, നമ്മൾ ബന്ധികളാണ്. സഹായങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇതിനുത്തരം നൽകുക. മുസ്ലിങ്ങൾക്ക് ഹിന്ദു എൻഡോമെന്റ് ബോർഡുകളിൽ അംഗങ്ങളാകാൻ കഴിയുമോ? ഇല്ല. എന്നാൽ നിങ്ങളുടെ വഖഫ് ഭേദഗതി നിയമം അമുസ്ലിങ്ങളെ വഖഫ് ബോർഡുകളിലേക്ക് നിർബന്ധിക്കുകയും അവർക്ക് ഭൂരിപക്ഷം രൂപീകരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു.